നമസ്തേ. ഇന്ന് ലാഡാനുപ്രാസം ഈ അലങ്കാരത്തെ കുറിച്ചിട്ടാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഈ അലങ്കാരത്തിൻ്റെ തന്നെ ക്ലാസ് എടുക്കുകയാണ് എന്ന് വിചാരിക്കരുത്. കാരണം ഈ ശബ്ദാലങ്കാരത്തിൽ പെടുന്ന ആ അലങ്കാരങ്ങൾ ഒരേ ഭാഗത്ത് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഇടുന്നത്. ഓക്കെ. പക്ഷെ എല്ലാവർക്കും ഈ അലങ്കാരത്തിൻ്റെ ആവശ്യം വരുമോ എന്നെനിക്കറിയില്ല. അധികവും ഉണ്ടാവില്ല. എന്നാലും ആവശ്യമുള്ളവർ കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ. അതുകൊണ്ട് ഒരുപാട് ഉദാഹരണങ്ങളൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ജസ്റ്റ് ലാഡാനുപ്രാസം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമേ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ നിയമം അനുസരിച്ചിട്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാഡാനുപ്രാസത്തെ മനസ്സിലാകാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ മനസ്സിലാകാതിരിക്കുന്ന സമയത്ത് നമുക്ക് ആ പദങ്ങളുടെ മീനിങ്സ് എല്ലാം നമുക്ക് അന്വേഷിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ സാമാന്യമായിട്ട് ലാഡാനുപ്രാസം എന്താണ് എന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഓക്കെ. ലാഡാനുപ്രാസഃ ഭൂർഭിന്നാഭിപ്രായ പുനരുക്തദാ യത്ര സ്യാന്ന പുനഃ ശത്രോർഗർജിതം തജ്ജിതം ജിതം. ഇതാണ് ലാഡാനുപ്രാസത്തിൻ്റെ ലക്ഷണം. ഈ ലക്ഷണത്തിൽ തന്നെ ഉദാഹരണം ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഒന്ന് അർത്ഥം നമുക്കൊന്ന് നോക്കാം. എന്താണ് ലാഡാനുപ്രാസം? യത്ര ഭിന്ന ഭിന്ന അഭിപ്രായസ്യ പ്രകാശകാനി പുനരുക്തപദാനി ഭവന്തി തത്ര ലാഡാനുപ്രാസഃ. എവിടെയാണോ വ്യത്യസ്ത അഭിപ്രായത്തോടുകൂടി വീണ്ടും വീണ്ടും ഒരേ പദങ്ങൾ ഉണ്ടാകുന്നത്, കാണപ്പെടുന്നത്, അവിടെ ലാഡാനുപ്രാസമായിരിക്കും. ഇത്രയേ ഉള്ളൂ. രണ്ട് പദങ്ങൾ, ഒരേപോലെയുള്ള രണ്ട് പദങ്ങൾ വ്യത്യസ്ത താത്പര്യത്തോടുകൂടി ഉണ്ടാകുന്നു. ഓക്കെ. അപ്പോൾ അത് നമുക്ക് ഉദാഹരണം കാണുമ്പോൾ മനസ്സിലാക്കും. അടുത്ത സെൻറ്റൻസ്, യത്ര ശത്രുഹു സ്വമസ്തകം പുനഃ ന ഉദ്ധാപയേത്. എവിടെയാണോ യുദ്ധത്തിൽ ശത്രു തൻ്റെ മസ്തകത്തെ ഉയർത്താത്തത്, വീണ്ടും പൊങ്ങിക്കാത്തത്, ചിരായ മൗനഃ ഭൂത്വ തിഷ്ഠേത്. ചിരായ എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് മൗനം പാലിച്ചിട്ട് നിൽക്കുന്നത്. തസ്യ ശത്രോഹോ, അദ്ദേഹത്തിൻ്റെ ശത്രുവിൻ്റെ തന്നെയാണ് ജയം. ജയം അദ്ദേഹത്തിൻ്റെ ശത്രുവിനാണ് ജയം ഉണ്ടാവുക. അതാണ് ഇവിടെ തസ്യ ശത്രോരേവ ജിതം ജിതം വർത്തതേ. അപ്പോൾ ഇവിടെ ജിതം ജിതം എന്ന് ഞാൻ റെഡിൽ എഴുതിയിട്ടുണ്ട് അല്ലേ. ഇങ്ങനെയുള്ള പദങ്ങൾ, ഇതിപ്പോൾ നോക്കൂ, ഒരു കൂട്ടം പദങ്ങളാണ്. ഒരു കൂട്ടം പദങ്ങൾ എന്ന് പറയണ്ട, കാരണം പദം എന്ന് പറഞ്ഞാൽ തന്നെ അതിലൊരു കൂട്ടം എന്നുണ്ട്. അപ്പോൾ ഒരേപോലെയുള്ള രണ്ട് പദങ്ങളാണ് ഇവിടെ ഉള്ളത്. പക്ഷെ ഇവ രണ്ടിൻ്റെയും എന്താ പറയുക, താത്പര്യം നോക്കുന്ന സമയത്ത് കുറച്ച് വ്യത്യസ്തമായിട്ടായിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ. അതെന്താണെന്ന് വിശദീകരിക്കാം, ഉദാഹരണത്തിലൂടെ വിശദീകരിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരേ പദങ്ങൾ രണ്ട് തവണ രണ്ട് അർത്ഥത്തിൽ വരുമ്പോൾ അവിടെ ലാഡാനുപ്രാസം. ഓക്കെ. ഉദാഹരണം, യത്ര സ്യാന്ന പുനഃ ശത്രോർഗർജിതം തജ്ജിതം ജിതം. എവിടെയാണോ ശത്രുവിൻ്റെ ഗർജനം ഉണ്ടാകാതിരിക്കുന്നത്, അവിടെ അദ്ദേഹത്തിൻ്റെ ശത്രുവിൻ്റെ ജയം സഫലമായിരിക്കും എന്നാണ്. അപ്പോൾ ഇവിടെ തത് ജിതം ജിതം, ആദ്യത്തെ ജിതം എന്നത്
ജയം എന്നൊരർത്ഥത്തിലും രണ്ടാമത്തെ ജിതം എന്നത് സഫലമായി, അത് നേടി എന്നൊരർത്ഥത്തിലാണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ രണ്ട് അർത്ഥത്തിൽ ഒരേ ശബ്ദങ്ങൾ വരികയാണ് എങ്കിൽ ഈ അലങ്കാരമായിരിക്കും അവിടെ ഉണ്ടാവുക. ഇതേപോലെ പൃഷതി പൃഷതി, ഞാൻ അത് എഴുതിയിട്ടില്ല, ആ ശ്ലോകം ഞാൻ എഴുതാൻ വിട്ടുപോയതാണ്. പൃഷതി പൃഷതി, ഒരു പൃഷതി എന്ന് പറഞ്ഞാൽ ഹരിണി, മാൻ, പെൺമാൻ എന്നല്ലേ ആ ഒരു മീനിങ്ങും, മറ്റേ പൃഷതി എന്നത് ആ മാനിൻ്റെ കണ്ണുകളെ സൂചിപ്പിക്കുന്നു. അങ്ങനെ ഒരേപോലെയുള്ള രണ്ട് പദങ്ങൾ രണ്ടർത്ഥങ്ങളിൽ വരുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇങ്ങനെയുള്ള പദങ്ങളെ കാണുമ്പോൾ നമ്മൾ ലാടാനുപ്രാസമാണ് എന്ന് തിരിച്ചറിയണം. ഓക്കെ, ധന്യവാദः.